ശിഫയാക്കി രോഗം എന്നു കണ്ടാൽ നാല്, അല്ലാത്തതൊക്കെ മടക്കുമെന്ന ഹാല്. നാലാം മടക്കപ്പോൾ സുജൂദിൽ വീഴും, എന്നിട്ടിലാഹോടി പ്രകാരം കേഴും. മടക്കിക്കൊടുക്കാൻ ആജ്ഞ അവരോടാക്കി, നീ എന്തിനതിൽ നിന്നെന്നെ ഒഴിവാക്കി. രോഗത്തിലാണ്ടവൻ എത്ര കഷ്ടത തിന്നതാ, ക്ഷമ കൊണ്ട് അവനതിനൊക്കെ സ്വാഗതം ചെയ്തതാ. അതുകൊണ്ട് ദോഷം അവനിലേക്ക് മടക്കല് എനിക്കിഷ്ടമല്ലെന്ന ജവാബ് കൊടുക്കല്. എന്നാൽ ഇലാഹി എന്തു വേണം ഞാനിത്, ബഹറിൽ എറിഞ്ചേക്കെന്ന് പറയും റബ്ബത്. ഈ രീതിയിൽ എറിയുന്ന ദോഷം കൊണ്ട് തിംസാഹിനെ സൃഷ്ടിക്കലാണെന്നുണ്ട്. മവാഇദുൽ ഉസ്ഫൂരിയായിൽ ഉണ്ടിത് 16 സുഹൃത്തുക്കളെ പറയുന്നത്. ഫഖറെന്ന രോഗം ശക്തിയായി എനിക്കുണ്ട്, ക്ലേശത്തിലാ ഞാൻ തങ്ങളെ അത് കൊണ്ട്. സലഫീങ്ങളിൽ ഒരു സൂഫി പണ്ഡിതനോടൊരാൾ നേരിട്ട് വന്ന് പറഞ്ഞതാണീ വാക്കുകൾ. ചോദിച്ചു പണ്ഡിതനും അയാളോടന്ന്, നിനക്കുണ്ടോ കാഴ്ച സഹോദരാ കണ്ണിന്? അപ്പോൾ അയാൾ പറയുന്നു, യാതൊരു ഭംഗവും ഇല്ലെൻ്റെ കണ്ണിന് ഉണ്ടതിന് തെളിച്ചവും. കണ്ണിൻ്റെ കാഴ്ച നിനക്ക് മാറ്റാൻ ഇഷ്ടമോ? പകരം തരാം 10,000 മതിയാകുമോ? ഒരു കാലവും എനിക്കിഷ്ടമല്ലത് മാറ്റലും, 10,000 പകരം എനിക്ക് ലഭിക്കലും. മുറിക്കട്ടെ എന്നാൽ നിന്റെ കൈകാൽ 2, പകരത്തിനു 20,000 തരുന്നുണ്ട്. എനിക്കിഷ്ടമല്ലത് തങ്ങളെ മുറിക്കുന്നത് എന്നാടതിനപ്പോൾ ജവാബ് പറഞ്ഞത്. പോകട്ടെ എന്നാൽ നിന്നെ മജ്നൂനാക്കും, പകരം ഉടൻ 10,000 തന്നേക്കും. 10,000 ലഭിക്കുന്നു എന്നാൽ തന്നെ ഞാൻ ഭ്രാന്തനാകാൻ ഇഷ്ടമില്ലേ പൊന്നേ. ഏതാണ്ട് 40,000 വിലയുള്ളത് നിനക്കുണ്ട്, പിന്നീടെന്ത് ഫഖറാണുള്ളത്. ഈ രീതിയിൽ നിഅമത്തു ചെയ്ത ഇലാഹിനെ ലജ്ജിക്കുമെങ്കിൽ പറയുമോ നീ ഇങ്ങനെ? റൂഹുൽ ബയാൻ നീ നോക്ക് 4-ൽ വന്നതാ, 420 3 ചേർന്നതാ. മുസീബത്തൊന്ന് നിനക്ക് വന്നാൽ 1, ക്ഷമയില്ലയെങ്കിൽ പിന്നെ 2 അതിലൊന്ന് വന്ന മുസീബത്താ മറ്റൊന്ന്, ഫലം നഷ്ടമാക്കിയതും അതാ വലുതെന്ന്. ഇബ്നുൽ മുബാറക് വ്യക്തമായി പറയുന്നതാ, ദുർറത്തിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. ദോഷം പൊറുക്കുന്നുണ്ട് രോഗം കൊണ്ട്, ക്ഷമയുണ്ട് എങ്കിൽ കൂലിയും അതിനുണ്ട്. ക്ഷമയില്ല എങ്കിൽ കൂലിയില്ലെന്നാണ്, അബ്ദിൻ്റെ കസബതിലില്ല അതിനാലാണ്. ദോഷം പൊറുക്കാനുള്ള ഷർത്തല്ല ക്ഷമ എന്നുള്ള ഖൗലിൽ ഷാദിലുണ്ട് അസ്ഹഫ് ഉമ. ക്ഷമക്കുള്ള പദവികൾ 3 തരമാണെന്ന് തിരുമുസ്തഫ നബി വ്യക്തമായി പറയുന്നു. ഫറദായ കാര്യത്തിൻ്റെ മേൽ ക്ഷമ വേണ്ടതാ, 300 ഉന്നത പദവികൾ അതിനുള്ളതാ. ഹറാമുകൾ ഒഴിക്കുന്നതിനും വേണ്ടതാ, 600 പദവികൾ അവനതിൽ കിട്ടുന്നതാ. മുസീബത്തെന്തോ വന്നു എന്നാലും ക്ഷമ വേണ്ടുന്നതാ, 900 ഭാഗ്യമാ. നുസഹത്ത് 1-ൽ നോക്കിയാൽ കാണുന്നതാ, 56-ൽ വ്യക്തമായി പറയുന്നതാ. മുമ്പുള്ള 2ഉം ഫർദ് തന്നാണെങ്കിലും അവസാനമുള്ളതിൽ വന്നു ശ്രേഷ്ഠത 2-ലും. മുഹറമാത്തൊഴിക്കുന്നതിൽ ക്ഷമ വന്നിടും, മുസീബത്തിൽ അതിനമിത ഭാരം നേരിടും എന്നുള്ള തത്വം ഇഹ്യ 4-ൽ വന്നതാ. അതിനുള്ള പേജ് നീ നോക്കി 70-ലുള്ളതാ. ജസദിന് രോഗം പിടിപെടാതിരുന്നാലത് ധിക്കാരമാൽ കൂത്താടുമെന്നാണുള്ളത്.